ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. രായമംഗലം കൂട്ടുമടം പെരക്കാട് ക്ഷേത്രത്തിലെ തിരുവാതിര തൈപ്പൂയ മഹോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. തന്ത്രി തരണനെല്ലൂർ കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുക. ജനുവരി 23 ചൊവ്വാഴ്ചയാണ് മഹാദേവ ക്ഷേത്രത്തിൽ വലിയ വിളക്ക് ആഘോഷം. രായമംഗലം കൂട്ടുമഠം പെരക്കാട് ക്ഷേത്രങ്ങളിലെ തിരുവാതിര തൈപ്പൂയ മഹോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. തന്ത്രി തരണനെല്ലൂർ കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾ. കൂട്ടുമഠം ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലുമായി 8 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുവുത്സവ ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ പ്രദേശത്തെ കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടക്കും. ജനുവരി 23 ചൊവ്വാഴ്ചയാണ് മഹാദേവ ക്ഷേത്രത്തിൽ വലിയ വിളക്കാഘോഷം. രാവിലെ നാദസ്വരം, പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ 3 ഗജവീരന്മാർ അണിനിരക്കുന്ന ശ്രീബലി എഴുന്നള്ളിപ്പ്. വൈകിട്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാഴ്ച ശ്രീബലി. രാത്രി വലിയ വിളക്ക് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. 24 ബുധനാഴ്ച രാവിലെ ആറാട്ട് ചടങ്ങുകൾ നടക്കും. വൈകിട്ട് മതസൗഹാർദ്ദത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന കുറുപ്പമ്പടി ടൗൺ എതിരേൽപ്പിന് തുടക്കം കുറിക്കും. ക്ഷേത്രത്തിന് കിഴക്കുവശത്തെ ക്രിസ്ത്യൻ തറവാടായ കല്ലറയ്ക്കൽ തറവാട്ട് മുറ്റത്ത് നിന്നും നിറപറ സ്വീകരിച്ച് ടൗൺ എതിരേൽപ്പിന് തുടക്കമാകും. 25 വ്യാഴാഴ്ച കൂട്ടുമഠം ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുണർദമാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ശ്രീബലി, വൈകിട്ട് കാഴ്ച ശ്രീബലി, രാത്രി പുണർദം വിളക്ക് എന്നീ ചടങ്ങുകൾ നടക്കും. ജനുവരി 26 വെള്ളിയാഴ്ചയാണ് കൂട്ടുമഠം ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രധാനമായ തൈപ്പൂയ മഹോത്സവം. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ബാലസുബ്രഹ്മണ്യസ്വാമിക്ക് വിവിധ അഭിഷേകങ്ങൾ നടക്കും. വൈകിട്ട് വൈക്കം ചന്ദ്രന്മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യത്തോടുകൂടി കാഴ്ച ശ്രീബലി എഴുന്നള്ളിപ്പ്. തുടർന്ന് രാത്രി ഭസ്മകാവടി എതിരേൽപ്പ് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. കൂട്ടുമഠം ക്ഷേത്രത്തിൽ ബാലമുരുകന് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകം 26 തീയതി വെള്ളിയാഴ്ച രാത്രി നടക്കും. തുടർന്ന് വിളക്കിനെഴുന്നള്ളിപ്പ്, വെള്ളിക്കുടത്തിൽ കാണിക്ക എന്നീ ചടങ്ങുകളോടെ തിരുവുത്സവത്തിന് സമാപനമാകും. ഉത്സവാഘോഷങ്ങൾക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികളായ ശ്രീജിത്ത് പി നായർ, അശോക് കുമാർ, സോമസുന്ദരൻ നായർ എന്നിവർ അറിയിച്ചു. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു.